ഞാൻ ആദ്യമായിട്ടാണ് ഒരു മൂവിൻ്റെ റിവ്യൂ പറയുന്നത്. എൻ്റെ ചാനലിൽ ഇതുവരെയായിട്ടും ഞാൻ ഒരു മൂവിൻ്റെ റിവ്യൂ പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ റിവ്യൂ പറയുന്നത്. ചിലപ്പോൾ അതിൻ്റെ കുഴപ്പമാവാം, എനിക്ക് പറയാൻ അറിയാത്തതിൻ്റെ കുഴപ്പമാവാം. ചിലപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരാളോടാണ് നിങ്ങൾ ഈ തെറി പറയണമെന്നുള്ള കാര്യം ഒന്ന് ഓർക്കണം. അത് എല്ലാവരും ഇല്ല, ചില സ്ത്രീകളും ചില പുരുഷന്മാരും ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു വിഷമം തോന്നുന്നുണ്ട്. യൂട്യൂബാണ്, നല്ലതും കേൾക്കും പൊട്ടയും കേൾക്കും എന്നറിയാം. പക്ഷെ നിങ്ങൾ എപ്പോഴും നല്ലത് പറഞ്ഞിട്ട് കമൻറ്റ് ഇടണമെന്ന് പറയണില്ല. പക്ഷെ ഒരിക്കലും തെറി പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാണ്ടിരിക്കുക. അത് വീട്ടിലുള്ള ആൾക്കാരും കൂടി കാണുന്നതാണ്. അവർക്കും അത് കാണുമ്പോൾ എത്ര ഇമോഷണൽ ആവുന്നതും കൂടി നിങ്ങൾ ചിന്തിക്കുക. പിന്നെ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പറയുമ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നിങ്ങളിങ്ങനെ ഇത്രയും മാനസികമായിട്ട് തെറി പറയുമ്പോൾ എനിക്ക് എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ള കൂടി നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. ഗൈസ്, വെൽക്കം ടു തക്കുടൂസ് വേൾഡ്. തക്കുടൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കുന്ന ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഇങ്ങനത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ വീഡിയോ എടുക്കണമെന്നോ ഞാൻ വിചാരിച്ചതല്ല. പക്ഷെ എനിക്ക് എന്തോ മനസ്സിന് ഭയങ്കര ഒരു ഇടങ്ങറ് പോലെ തോന്നിയിട്ടാ, ഭയങ്കര സങ്കടം പോലൊക്കെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായി. അപ്പൊ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിന്റെ വേദന ഒക്കെ കുറച്ച് കുറയും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ. ഞാൻ സ്വതവേ ഫാമിലി വ്ളോഗ് എടുക്കുന്ന ഒരാളാണ്. ഞാനും എൻ്റെ കുടുംബവും കൂടിയിട്ടുള്ള വീഡിയോസാണ് മിക്കതും എൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറ്. അതും വല്ലപ്പോഴൊക്കെയാണ് വീഡിയോ എടുക്കാറുള്ളൂ. എനിക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ പറയുന്നത് എപ്പോഴും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാറില്ല. നമുക്ക് ഞാൻ പ്രഗ്നൻറ്റും കൂടി ആയതുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ ഈ 3 വർഷത്തോളം ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഇതിൽ ഇന്നേ വരെ ഞാനൊരു റിയാക്ഷൻ വീഡിയോയോ അല്ലെങ്കിൽ ഒരു മൂവീൻ്റെ റിവ്യൂ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഈ റിയാക്ഷൻ വീഡിയോയും ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരു മൂവീൻ്റെ റിവ്യൂയും പറയുന്നത്. ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പടമാണ് മാർക്കോ മൂവി. അപ്പോൾ അത് ഞാൻ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ആ പടം അത്രയ്ക്കും ഇഷ്ടമായിട്ട് ഞാനൊരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇന്നലെ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടേക്കാണ് കേട്ടോ. കാരണം എനിക്ക് ആ കമൻറ്റ്സ് കണ്ടിട്ട് ഭയങ്കര എന്തോ സങ്കടം പോലൊക്കെ തോന്നി. എനിക്ക് വേണ്ടായിരുന്നു, ആ വീഡിയോ ചെയ്യണ്ടായിരുന്നു എന്നുള്ള പോലെ അവസാനം തോന്നി. അപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സ് ഒക്കെ ഓഫ് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് റിയാക്ട് ചെയ്യുന്ന വീഡിയോയാണ് ഞാൻ പറയാൻ പോണത്. എല്ലാവർക്കും തന്നെ അറിയണ കാര്യമായിരിക്കും. ഈ മാർക്കോ എന്ന് പറയുന്ന മൂവി ഭയങ്കര വയലൻസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. സിനിമ തന്നെ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ചെറിയ കുട്ടികൾ കാണാൻ പാടില്ല, 18 വയസ്സ് താഴെയുള്ള കുട്ടികൾ കാണാൻ പാടില്ല, അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് കാണാൻ പാടില്ല എന്നൊക്കെയുള്ള ഭയങ്കര നിയമമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുകയാണ്, അടുത്ത മാസം എൻ്റെ ഡെലിവറിയാണ്. അപ്പോൾ ഇങ്ങനെ ഈ സിനിമേനെ പറ്റിയിട്ടുള്ള ഒരു ആകാംക്ഷ കൊണ്ട് ഞാൻ പോയിട്ട് സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ വിവാദങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. സിനിമ കാണാൻ പോവണ്ട, എന്തെങ്കിലും പ്രശ്നം വരും, മാനസികമായിട്ട് പ്രശ്നം വരും, നമ്മളിപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കണോണ്ടെന്നൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞു. എന്നാലും ഞാൻ അതൊന്നും കേൾക്കാണ്ടാണ് പോയിട്ട് സിനിമ കണ്ടത്. എനിക്ക് ആ സിനിമയോടുള്ള ഒരു ഇഷ്ടം കേട്ടപ്പോൾ നല്ല സിനിമയാണ്, എനിക്ക് കാണണം എന്നുള്ളൊരു ഇഷ്ടം കൊണ്ട് തിയേറ്ററിൽ പോയിട്ടാണ് കണ്ടത്. പിന്നെ കൂടുതലായിട്ട് നമുക്ക് ഫോണിൽ കണ്ടാലും ടി വിയിൽ കണ്ടാലും നമ്മൾ തിയേറ്ററിൽ കാണുന്ന എഫക്റ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് തിയേറ്ററിൽ തന്നെ പോയി കണ്ടത്. അപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ട് പ്രശ്നമില്ല, എനിക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് കാണാണ്ടിരിക്കുകയാണ് നല്ലത് ഞാൻ പറയുക. എനിക്ക് സ്വതവേ അത്ര വീക്കല്ലാത്തതുകൊണ്ട് എനിക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമായിരിക്കും. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരും ഒരേപോലെ അല്ലല്ലോ, എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അതിലെനിക്ക് മറക്കാൻ പറ്റാത്ത 2-3 രംഗങ്ങൾ പറഞ്ഞിട്ട് ഞാൻ 2-3 രംഗങ്ങളുടെ കാര്യങ്ങളെടുത്ത് പറയുന്നുണ്ടായിരുന്നു. വീഡിയോയിൽ എനിക്ക് അത്രയ്ക്കും മനസ്സിൽ ടച്ച് ചെയ്തിട്ടുള്ള 2-3 കാര്യങ്ങൾ, ആ സിനിമയുടെ ഭാഗങ്ങൾ ഞാൻ ഇന്നലെ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം തൊട്ടിട്ട് കമൻ്റാണ് ഓരോരുത്തർ. എല്ലാവരും ഞാൻ കുറ്റം പറയണില്ല, ചിലവർ മാത്രം ഭയങ്കര ബാഡായിട്ടുള്ള കമൻറ്റ് ഇടും. നമുക്ക് ആ റിവ്യൂ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ മാത്രം പറഞ്ഞാൽ മതി. പക്ഷേ ഇതിൻ്റെ അടിയിലോട്ട് ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ ഒരു സ്ത്രീയോടാ പറയണേന്നുള്ള ഒരു ഇത് പോലും തരാണ്ട്, ഒരു പരിഗണന പോലും തരാണ്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. എന്താണ് കമൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഈ പെണ്ണുമ്പിള്ള പറയുന്നത്, അതുപോലെ പുല്ല് ചെറ്റ്, വീട്ടിൽ അടങ്ങിയിരുന്നൂടെ, ഇങ്ങനത്തെ ഓരോ വാക്കുകളാണ് പറയുന്നത്. നമ്മളൊരു ആളോട് നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം എത്രത്തോളം അവർക്കത് മനസ്സിൽ കൊള്ളുന്നു. സാധാരണ യൂട്യൂബാണ്, നമ്മളെല്ലാം സഹിക്കണം, നല്ലതും ഉണ്ടാവും ഇപ്പുറത്ത് പൊട്ട വശം ഉണ്ടാവും എന്ന് എനിക്കറിയാം. ഞാൻ പിന്നെ ഒരിക്കലും പറയണില്ല എനിക്ക് നല്ല കമൻറ്റ്സ് മാത്രമാണ് വരാൻ പാടുള്ളൂ, ഞാൻ ഒരിക്കലും പറയണില്ല. പക്ഷെ നിങ്ങളിങ്ങനെ ചെറിയ പറഞ്ഞിട്ടുള്ള കമൻറ്റ് ഒരിക്കലും ഇടരുത്, അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാനൊരു മനുഷ്യനാണ്. പിന്നെ ചിലർ ചോദിക്കേണ്ടത് നിങ്ങൾ ഈ റിവ്യൂ ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാമെന്ന്. ഞാൻ സത്യമായിട്ടുള്ള ഒരു കാര്യം പറയാം. ഞാൻ 3 വർഷത്തോളം ഈ വീഡിയോ തുടങ്ങിയിട്ട് പറഞ്ഞില്ലേ, യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇന്നേ വരെ ഒരു 10 പൈസ പോലും എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടി തുടങ്ങിയിട്ടില്ല. സബ്സ്ക്രൈബ് മാത്രം കൂടിയോണ്ട് കാര്യമില്ല, നമുക്ക് വ്യൂസ്
വേണം അതിന്, അതുപോലെ ലൈക്സും കമൻറ്റും ഒക്കെ വേണം. എന്നാൽ മാത്രമാണ് നമുക്ക് അതിൽ നിന്ന് പൈസ കിട്ടി തുടങ്ങുള്ളൂ. എനിക്ക് വ്യൂസൊക്കെ ഭയങ്കര കുറവാണ്. എൻ്റെ വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കിയാൽ കാണാം 200 പേര്, ചില വീഡിയോയ്ക്ക് 50 പേര് മാത്രമേ കണ്ടിട്ടുള്ളൂ, 300 പേര്, 100 പേര്, ഇത്ര ആൾക്കാരൊക്കെയാണ് കാണുന്നത്. ഒരിക്കലും ഞാൻ അത്ര ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ അല്ല. പിന്നെ കുറേ പേര് പറയുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ വൈറലാക്കാൻ നോക്കിയതാണ്, നിങ്ങൾ വൈറലാവാൻ നോക്കിയതാണ്, പക്ഷെ പറ്റിയില്ല. ഞാൻ ഒരിക്കലും വൈറലാവാൻ നോക്കിയിട്ടില്ല കേട്ടോ. എനിക്ക് അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ അത്യാവശ്യം കുറച്ച് പേര് കണ്ടാൽ മതി, കണ്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രം എനിക്ക് മതി, അങ്ങനെ മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാണ്ട് ലോകം അറിയപ്പെടണ വലിയൊരു യൂട്യൂബറാണ് അങ്ങനെയൊന്നുമില്ല. എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് തന്നെ ഉണ്ടാവുക എന്തെങ്കിലും അതിന് വരുമാനം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. ഞാനും അങ്ങനത്തെ രീതിയിൽ തന്നെയാണ് തുടങ്ങിയത്. അല്ലാണ്ട് ഇങ്ങനത്തെ റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടോ അല്ലെങ്കിൽ വല്ല മൂവീൻ്റെ റിവ്യൂ ഇട്ടിട്ടോ ഒന്നും ഞാൻ അങ്ങനെ നേടാൻ ആഗ്രഹിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഓൺലി ഞങ്ങളുടെ വീട്ടിലത്തെ ഫാമിലി വ്ളോഗ്സ് മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യാറ്. ഇന്നവരങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്തത്. അതിൻ്റെ ചിലപ്പോൾ മിസ്റ്റേക്ക് കാരണമാവും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവുക. ഞാൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് അല്ലെങ്കിൽ എന്താണ് ഈ കഥ പറയുന്നത്. ഞാൻ കഥ ഫുള്ളായിട്ട് പറഞ്ഞിട്ടില്ല. ആ സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം വരെ വയലൻസ് ആണ് ആ സിനിമയിൽ. അതൊന്നും ഞാൻ ഫുള്ളും പറഞ്ഞിട്ടില്ല. എനിക്ക് ചില ഭാഗങ്ങൾ മാത്രം 2-3 മനസ്സിൽ തട്ടിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ശരിക്കും നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടാൽ അല്ലെങ്കിൽ ഫോണിലോ ടി വിയിലോ എങ്ങനെ കണ്ടാലും കുഴപ്പമില്ല. നമ്മൾ കാണുമ്പോഴാണ് ആ സിനിമയിൽ എത്ര വയലൻസ് ഉണ്ട് എന്ന് അറിയുക. അല്ലാണ്ട് ഞാൻ പറഞ്ഞത് മാത്രമല്ല ആ സിനിമ, അതിൽ ഇനിയുണ്ട് കുറേ കഥകളും കുറേ ഭാഗങ്ങളൊക്കെ ഇനിയുണ്ട്. ഞാൻ ഫുള്ളായിട്ടൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നിയ ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. പിന്നെ ഞാൻ യൂട്യൂബിൽ നോക്കി ഞാൻ മാത്രമാണോ ഈ സിനിമേനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുന്നതെന്ന്. പക്ഷെ ഒരിക്കലും അല്ല. ഈ സിനിമേനെ പറ്റിയിട്ട് കുറേ യൂട്യൂബർമാർ ആ സിനിമയുടെ കഥ ഫുള്ളും പറയുന്ന ചില യൂട്യൂബർമാരുണ്ട്. അപ്പോൾ അവരുടെ ഒന്നും കമൻറ്റിൽ പോയിട്ട് ആൾക്കാർ ഇങ്ങനെ പറയണില്ല. നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വന്നിട്ട് പറയുന്ന ആൾക്കാരുള്ളൂ. എന്തായാലും ഇങ്ങനെ എല്ലാവരും ഇല്ല കേട്ടോ, ചില ആൾക്കാർ മാത്രം. ഈ പറയുന്ന ആൾക്കാർ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കണ്ടിട്ടില്ല കേട്ടോ. പകുതി വരെ കണ്ടിട്ടാണ് അഭിപ്രായങ്ങൾ പറയുന്നത്. വെറുതെ ഒന്ന് എടുത്ത് നോക്കുക, സ്കിപ്പ് ചെയ്ത് ഇടുക, എന്നിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം ഇടുക. ഇത്ര തന്നെയാണ് അവർ ചെയ്യണുള്ളൂ. അത് അഭിപ്രായം നല്ല അഭിപ്രായം എന്നല്ല, നമുക്ക് വീട്ടിലിരിക്കുന്നവരെ വരെ തെറി പറയുന്ന അഭിപ്രായങ്ങളാണ് അതിൽ വരേണ്ടത്. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ കമൻറ്റ് വരുമ്പോഴാണ് എനിക്ക് അതിശയം. പെണ്ണും പിള്ളേന്നൊക്കെ വിളിക്കുമ്പോൾ ഏതർത്ഥത്തിലാണ് വിളിക്കണതെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഞാനൊരാളുടെയും കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഇങ്ങനത്തെ മാതിരി കമൻ്റ് ഒന്നും ഇടണ ആളല്ല കേട്ടോ. എത്ര നല്ല വീഡിയോ ആയാലും പൊട്ട വീഡിയോ ആയാലും നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് വിടും, എന്തെങ്കിലും ചിരിക്കുന്ന സ്മൈലി എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടും, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോയിട്ട് ഇങ്ങനെ തെറി വിളിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ചില ആണുങ്ങളും ഭയങ്കര മോശമല്ല, അവർ നന്നായിട്ട് ഇങ്ങനെ തെറി പറഞ്ഞിട്ട് കമൻ്റൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ 2-3 കമൻറ്റുകൾ തന്നെ തംബ്നെയിലിൽ കൊടുത്തിട്ടുമുണ്ട്. പിന്നെ ഞാൻ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ എനിക്കിത് റിയാക്ഷൻ വീഡിയോ ആയിട്ട് ഇതൊരു കണ്ടൻറ്റായിട്ട് ചെയ്യണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചതല്ല. പക്ഷെ എനിക്ക് എന്തോ നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിനൊരു വിഷമമുള്ളത് മാറിക്കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ഇനി ഇതിനെ പറ്റിയിട്ട് റിയാക്ഷൻ വീഡിയോയോ അല്ലെങ്കിൽ ഒരു സിനിമേൻ്റെ റിവ്യൂയോ കാര്യങ്ങളൊന്നും ഞാൻ ഇനി അപ്ലോഡ് ചെയ്യില്ല. അവസാനിപ്പിച്ചത് വെറും ഫാമിലി വ്ളോഗ് മാത്രമേ എൻ്റെ മുന്നത്ത് തന്നെ ഇടുള്ളൂ. ആദ്യമായിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ് റിയാക്ഷൻ വീഡിയോയും അതുപോലെ തന്നെ റിവ്യൂ ഒക്കെ ചെയ്തതാണ്. അപ്പോൾ അതിപ്പോൾ ഇങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഇനി ഈ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. ഇനി ഇതിനെ പറ്റിയിട്ട് ഞാൻ ഇനിയൊരു വീഡിയോ ഇടില്ല കേട്ടോ. സിനിമേനെ പറ്റിയിട്ട് ഞാൻ തീരുമാനിച്ചതാണ്. അപ്പോൾ ദയവ് ചെയ്തിട്ട് മോശം കമൻറ്റുകൾ ഇടാണ്ടിരിക്കുക. നിങ്ങൾ കമൻറ്റ് ഇട്ടോ, തെറി പറഞ്ഞിട്ട് കമൻറ്റ് ഒരിക്കലും ഇടാണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഒരാളാണ്. ആളെയാണ് നിങ്ങൾ ഇങ്ങനെ തെറി വിളിക്കണേന്നുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പുതിയൊരു വ്ളോഗായിട്ട് വരുന്നവരെ ബൈ ബൈ.